മലപ്പുറം അങ്ങ് വിഭജിക്കാൻ പോവുകയാണെന്ന് കേട്ടപ്പോൾ തന്നെ ഉള്ളു പൊള്ളി വെന്തുരുകി വിശ്വ ഹിന്ദു പരിഷത്ത്. എന്ത് ആത്മാർത്ഥതയാണ് മലപ്പുറംകാരോട് VHPക്ക് ഉള്ളത്. അത്രയും വലിയ ഭൗമശാസ്ത്രപരമായി ജിയോഗ്രഫിക്കലി വലിയ രീതിയിൽ കിടക്കുന്ന ഈ നാടിനെ നിങ്ങൾ കീറിമുറിക്കുമ്പോൾ തിരൂരാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ജില്ലയെങ്കിൽ ആ ജില്ലയെ ഞങ്ങൾക്ക് തരൂ. കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റൂ. കേന്ദ്ര സർക്കാർ ഭരിക്കട്ടെ എന്ന്. കേന്ദ്ര സർക്കാർ ഭരിക്കില്ല. ആ നാടിന്റെ ഉന്നമനം എങ്ങും എത്തിയിട്ടില്ല. മുസ്ലിം ലീഗ് കാരണം, ഈ ജാതീയമായിട്ടുള്ള വേർതിരിവ് കാരണം മലപ്പുറം എങ്ങും എത്തിയിട്ടില്ല. അതിന്റെ മേൽ കത്തിവെക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, അത് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുക തന്നെ വേണമെന്ന് VHP നേതാവ്. ഇമ്മാതിരി ഐറ്റം, തീ ഐറ്റം. മലപ്പുറത്തെ സ്നേഹിക്കാൻ, മലപ്പുറംകാർക്ക് കൃത്യമായ വികസനം എത്തിക്കാൻ, മലപ്പുറംകാർക്ക് കൃത്യമായി വേണ്ടതെല്ലാം ചെയ്യാൻ തുടിക്കുന്ന ഹിന്ദു പരിഷത്ത്, വിശ്വ ഹിന്ദു പരിഷത്ത്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകാൻ പറ്റുമോ? കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP നേതാവ്, റംസാൻ കാലത്ത് നിങ്ങൾ മലപ്പുറത്തിന്റെ തെരുവീതികളിലൂടെ പോയി നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നാൽ, പെട്ടെന്ന് വെള്ളം കുടിക്കേണ്ടി വന്നാൽ, ഒരു ഗ്ലാസ് വെള്ളം കിട്ടാതെ നിങ്ങൾ ആ മണ്ണിൽ പടഞ്ഞു വീണാലും ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് കിട്ടില്ല എന്ന വർഗീയ വിഷവിത്ത് ഇവിടെ വിളമ്പിയ കെ സുരേന്ദ്രൻ. ആ സമയത്ത് VHPയുടെ സ്റ്റാൻഡ് എന്തായിരുന്നു? വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിഷം ചീറ്റി മലപ്പുറത്തിനെതിരെ പറയുമ്പോ VHPയുടെ നിലപാട് എന്തായിരുന്നു? മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ തിളച്ചു വരുന്നത് എന്താണ്? ഹൈന്ദവ BJP സംഘടനകൾക്ക് ഒരു സംശയവും വേണ്ട, വർഗീയതയുടെ തീനാവായി അവർ മാറുമെന്നുള്ളതാണ്. എന്നിട്ട് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റണം മലപ്പുറത്തിനെ വിഭജിക്കാൻ എന്ന്. ആരെ സ്നേഹിക്കാൻ? ആ നാട്ടിലെ ഹിന്ദുക്കളെ സ്നേഹിക്കാനോ? എടോ, ലോകത്ത് മതസാഹോദര്യത്തിൽ ഏറ്റവും നല്ല പ്രദേശങ്ങൾ എടുത്താൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടാകുന്ന നാടിന്റെ പേരാണ് മലപ്പുറം. മുസ്ലിമും ഹിന്ദുവും അവിടെ താമസിക്കുന്നത് നമ്മളൊന്ന് കാണണം. മലപ്പുറത്തിന്റെ സംസ്കാരം അറിയാത്തവർ, കേൾവി മാത്രമായി അതിനെ ഹോൾഡ് ചെയ്യുന്നവർ മലപ്പുറത്ത് പോകണം. നിങ്ങളുടെ കുട്ടികളായി, നിങ്ങളുടെ ബന്ധുക്കളായി, നിങ്ങൾ തന്നെ ഒരവധിയൊക്കെ കിട്ടുമ്പോ മലപ്പുറത്ത് പോയി തെരുവോരങ്ങളിൽ, ചായക്കടകളിൽ, ഗ്രാമാന്തരീക്ഷങ്ങളിലൊക്കെ പോയി നിങ്ങളൊന്ന് പഠിക്കണം ആ നാടിന്റെ മതസാഹോദര്യത്തെ. എങ്ങനെയാണ് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവരും അവിടെ ജീവിക്കുന്നത് എന്ന്. ഇതുപോലെ മതസാഹോദര്യമുള്ള ഒരു മണ്ണ്, മതത്തിന്റെ അതിർവരമ്പുകളെ ആ നാടിന്റെ ഒരു അവസ്ഥകളിലേക്കും കൊണ്ടുവരാത്ത ഒരു മണ്ണ്. വാർത്തയിൽ റമദാൻ മാസമൊക്കെ ആകുമ്പോ നോമ്പിന് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഭക്ഷണം വിളമ്പി നോമ്പ് എടുത്തവർക്കെന്ന് പറയുമ്പോ, പള്ളിയിൽ നോമ്പെടുത്തവർ അമ്പലങ്ങളിൽ സദ്യ നടത്തി എന്ന് പറയുമ്പോ, കൃത്യമായി മതസാഹോദര്യത്തിന്റെ വാർത്തകൾ വരുമ്പോ മാത്രം വാർത്തകളായി വരുന്നതേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ അതൊന്നും മലപ്പുറംകാർക്ക് വാർത്തയല്ല. മലപ്പുറംകാർക്ക് അതൊന്നും വാർത്തയല്ല. കാരണം അവരുടെ ജീവിതമാണത്, അവരുടെ ജീവിതം. അതിങ്ങനെ ചില സമയത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്നു എന്ന് മാത്രം. അവിടെ ചെന്ന് നമ്മൾ ജീവിക്കുമ്പോഴാണ് അവരുടെ ആതിഥേയത്വം നമുക്ക് മനസ്സിലാവുള്ളൂ. മലബാറിന്റെ ഏറ്റവും വലിയ ഹോസ്റ്റിംഗ് ചെയ്യുന്ന നാടാണ് മലപ്പുറം. ഇവിടെ പലതരത്തിലുള്ള സ്കൂൾ യുവജനോത്സവങ്ങളും നടന്നിട്ടുണ്ട്. എത്ര വർഷം നടക്കുന്നു? മലപ്പുറത്ത് സ്കൂൾ യുവജനോത്സവം നടക്കുമ്പോൾ മനോരമയും, മാതൃഭൂമിയും, മംഗളവും, ദേശാഭിമാനിയും, ദീപികയും, ഈ നാട്ടിലെ മുഴുവൻ മുഖ്യധാരാ മാധ്യമങ്ങളും, മുഴുവൻ വിഷ്വൽ മീഡിയകളും പറഞ്ഞത് എന്താണെന്നറിയോ? ഇതുപോലെ ആതിഥേയത്വം കാണിക്കുന്ന ഒരു നാട് മനോരമയിൽ ഒരു പങ്ക്തി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രമേൽ വലിയ സംസ്കാരത്തെ ഹോൾഡ് ചെയ്യുന്ന ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ വേവലോർത്ത്, വെന്തു പോകുന്നതോർത്ത് അങ്ങോട്ട് ഉള്ളുരുകിയിട്ട് VHP പറയുക, അത് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റണം. ഞങ്ങൾ ഉണ്ടാക്കാമെന്ന്, ഉണ്ടാക്കിയത് മതി. തിരുവനന്തപുരത്ത് നിങ്ങൾ ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് ആദ്യം MBA തന്നപ്പോ സുരേഷ് ഗോപി നാട്ടിൽ ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ MLA മാറിപ്പോൾ 16ാം നിയമസഭയുടെ കസേരയിൽ കയറിയിരുന്നു ഉണ്ടാക്കുന്നത്, എല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. മതി ഉണ്ടാക്കിയത്.